അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു മാത്രമാണ് ദൈവം എന്നുള്ളതിന് ബുദ്ധിയുടെയും ചിന്തയുടെയും അടിസ്ഥാനത്തിൽ കൃത്യമായ വിവരണമാണ് സൂറത്തിന്റെ ആരംഭം മുതൽ നൽകി വരുന്നത്. അതോടൊപ്പം ഖുർആന്റെ ആദ്യ സംബോധിതരായിട്ടുള്ള അള്ളാഹുവിന്റെ ഏകത്വത്തെ നിഷേധിച്ചിരുന്ന മക്കയിലെ ബഹുദൈവ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ പൊള്ളത്തരവും ഉദാഹരണ സഹിതം ഈ സൂറത്തിൽ വിവരിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു. പക്ഷേ അള്ളാഹുവിനെ സഹായിക്കാൻ ദൈവിക ഗുണങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു ചിലതിനെ തൻ്റെ സഹദൈവങ്ങളാക്കി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന വിശ്വാസമാണ് ബഹുദൈവ വിശ്വാസികൾ വെച്ചു പുലർത്തിയിരുന്നത്. ഇത് ഒരു നിലക്കും ബുദ്ധിക്ക് യോജിക്കാത്തതാണെന്ന കാര്യം അവരോട് പറയാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ് 16-ാമത്തെ ആയത്തിൽ. ഖുൽ മർ റബ്ബുസ് സമാവാതി വൽ അർളി ഖുലില്ലാഹ് ഖുൽ അഫത്തഖതും മിൻ ദൂനിഹി ഔലിയാ ലാ യംലികൂന ലിഅൻഫുസിഹിം നഫഅൻ വലാ ദുർറാ ഖുൽ ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീറു അം ഹൽ തസ്തവിൽ ളുലുമാതു വൻ നൂർ അം ജാലൂ ലില്ലാഹി ശുറകാ ഖലഖൂ കഖൽഖി ഫതശാബഹൽ ഖൽഖു അലൈഹിം ഖുലില്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ വഹുവൽ വാഹിദുൽ ഖഹാർ. ഖുൽ നബിയെ, താങ്കൾ അവരോട് ചോദിക്കുക, ബഹുദൈവ വിശ്വാസികളോട്, മർ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ് ആരാണ്? അള്ളാഹുവാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ് എന്ന കാര്യത്തിൽ ബഹുദൈവ വിശ്വാസികൾക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മറുപടി വരുന്നതിനു മുമ്പ് തന്നെ നബിയോട് തന്നെ പറയാൻ പറയുകയാണ്, ഖുൽ അല്ലാഹ്, താങ്കൾ പറയുക, അത് അള്ളാഹുവാണ്, ആകാശഭൂമികളുടെ റബ്ബ് അള്ളാഹുവാണ്. നിങ്ങൾ അംഗീകരിക്കുന്ന കാര്യം തന്നെയാണല്ലോ അത്. ഖുൽ, എന്നിട്ട് അവരോട് ചോദിക്കുക, അഫത്തഖത്തും മിൻ ദൂനിഹി ഔലിയാ, എന്നിട്ടും അവന് വെടിഞ്ഞ് നിങ്ങൾ വേറെ സംരക്ഷകരെ സ്വീകരിക്കുകയാണോ? അതായത് തങ്ങളുടെ നിത്യേനയുള്ള കാര്യങ്ങൾ നോക്കാൻ അള്ളാഹു ചെറിയ ദൈവങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തിലാണ് ബഹുദൈവ വിശ്വാസികളുള്ളത്. അവരോട് ചോദിക്കുകയാണ്, ആകാശഭൂമികൾ സൃഷ്ടിച്ച, പ്രപഞ്ചത്തിലെ സകലതും സൃഷ്ടിച്ച അള്ളാഹുവിന് നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിവർത്തിച്ചു തരാൻ കഴിയില്ല എന്ന് കരുതിയിട്ടാണോ നിങ്ങൾ ഈ ബഹുദൈവങ്ങളെ ആരാധിക്കുന്നത്? എന്നാൽ എന്താണ് നിങ്ങൾ നിങ്ങളുടെ സംരക്ഷകരായി കരുതുന്ന ഈ ദൈവങ്ങളുടെ അവസ്ഥ? ലാ യംലികൂന ലി അൻഫുസിഹിം നഫ്അൻ വലാ ദർറാ, അവർക്ക് സ്വന്തത്തിനു പോലും എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവയാണ്. അങ്ങനെയുള്ളവയെ നിങ്ങൾ സ്വന്തം സംരക്ഷകരായി, നിങ്ങളുടെ സംരക്ഷകരായി ആരാധിക്കുകയാണോ? ഇതെന്തൊരു അന്തക്കേടാണ്. ഖുൽ, അവരോട് ചോദിക്കുക, ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ, കാഴ്ചയില്ലാത്തവനും കാഴ്ചയുള്ളവനും സമമാവുമോ? ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് ദൃഷ്ടാന്തങ്ങൾ കണ്ടു മനസ്സിലാക്കി അള്ളാഹുവാണ് ഏകനായ ദൈവം എന്ന് മനസ്സിലാക്കുന്നവനെയാണ് ഇവിടെ കാഴ്ചശക്തിയുള്ളവനായി ഉപമിച്ചിട്ടുള്ളത്. എന്നാൽ ബുദ്ധി ഉപയോഗിക്കാതെ, ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഇത്തരം അനർത്ഥങ്ങൾ വിശ്വാസമായി കൊണ്ട് നടക്കുന്നവൻ കണ്ണുണ്ടായിട്ടും കാഴ്ചശക്തിയില്ലാത്ത അന്ധനെ പോലെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് കാഴ്ചയുള്ളവനും അന്ധനും ഒരുപോലെയാവുമോ? അം ഹൽ തസ്തവിൽ ളുലുമാതു വന്നൂർ, അതല്ലെങ്കിൽ ഇരുട്ടും വെളിച്ചവും ഒരുപോലെയാവുമോ? അള്ളാഹുവിനെ അറിയാനുള്ള ജ്ഞാനത്തെ ഉപയോഗപ്പെടുത്തി അറിഞ്ഞ് മനസ്സിലാക്കിയവർ വെളിച്ചത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ജ്ഞാനമില്ലാത്ത, വിവരക്കേടുമായി നടക്കുന്ന ബഹുദൈവ വിശ്വാസികൾ അവർക്ക് സഞ്ചരിക്കാനുള്ള യഥാർത്ഥ വഴി അറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ്. വഴി കാണിക്കുന്ന കാര്യത്തിൽ ഇരുട്ടും വെളിച്ചവും ഒരുപോലെയാവില്ലല്ലോ. തുടർന്ന് പറയുകയാണ്, അതല്ല, ഇനി ഈ ബഹുദൈവ വിശ്വാസികൾ കൺഫ്യൂഷനിലായിരിക്കുകയാണോ? അം ജഅലൂ ലില്ലാഹി ശുറകാ, അതല്ല, ഇവർ അള്ളാഹുവിന് പങ്കുകാരെ ചേർത്തിരിക്കുകയാണോ? ഖലഖൂ കഖൽഖിഹി, ആ പങ്കുകാർ അള്ളാഹു സൃഷ്ടിച്ച പോലെ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. ഫതശാബഹൽ ഖൽഖു അലൈഹിം, അങ്ങനെ ആ സൃഷ്ടിപ്പ് അവർക്ക് സംശയമുണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണോ? അതുകൊണ്ടാണോ ഇവർ അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കിയിട്ടുള്ളത്? എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച പോലെ കുറേ സംഗതികൾ ഇവരുടെ ഈ സാങ്കല്പിക ദൈവങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അവർ കരുതുകയാണോ? എന്നിട്ട് ഏതൊക്കെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്, ഏതൊക്കെയാണ് സാങ്കല്പിക ദൈവങ്ങൾ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവർ കൺഫ്യൂഷനിലാവുകയും ചെയ്തിരിക്കുകയാണോ?
അതിൻ്റെ പേരിലാണോ ഇവരെയൊക്കെ ദൈവങ്ങളാക്കി ആരാധിക്കുന്നത് ഈ ബഹുദൈവ വിശ്വാസികൾ? ഖുൽ, എങ്കിൽ അവരോട് പറയുക, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ്. ഇത് മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്ന കാര്യമാണ്. എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണെന്നവർ പറയുന്നു എന്ന് ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ ആവർത്തിച്ചു വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ എന്തെങ്കിലും സൃഷ്ടിച്ചു എന്നവർക്ക് സംശയിക്കാൻ കഴിയുക? വഹുവൽ വാഹിദുൽ ഖഹാർ, അവൻ എല്ലാം അടക്കി ഭരിക്കുന്ന ഏകദൈവമാണ്. എല്ലാറ്റിനെയും അടക്കി വാഴുകയും എല്ലാറ്റിനെയും അതിജയിച്ചു നിൽക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹു. ബഹുദൈവ വിശ്വാസികളുടെ വിശ്വാസ സങ്കല്പം എത്രമാത്രം അനർത്ഥങ്ങൾ നിറഞ്ഞതും അടിസ്ഥാനമില്ലാത്തതുമാണ് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.